ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നേ ബട്ടർ ബൺ കഴിച്ചിട്ടുണ്ട്. ബട്ടർ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ക്രേവിങ്ങിൻ്റെ സമയത്ത് എന്താ പറയുക, നമുക്കിങ്ങനെ പീരിയഡ് ടൈമിലൊക്കെ എനിക്ക് കൊതിയാവും മധുരം കഴിക്കാൻ വേണ്ടിയിട്ട്. എത്ര ഡയറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് നമുക്ക് ചിലവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ചില സമയത്ത് എരിവ് കഴിക്കാനാവും എനിക്ക് ഇഷ്ടം, ചില സമയത്ത് മധുരം കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അത് മധുരേന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് അവിടെയാണ് ഫേമസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പക്ഷെ തോനെ ബട്ടറൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഞാൻ അത്രയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ ഇട്ടിട്ട് ഒരു ബട്ടർ ബൺ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണത് നിങ്ങളുടെ അടുത്തും കൂടി കാണിച്ചു തരണ്ടേ? അപ്പോൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. ലോട്ടോ ബട്ടർ പാല് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടും ഇട്ടിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ സംഭവം, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സംഭവമാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും എങ്ങനെ ഉണ്ട് എന്ന് ഈ കുഞ്ഞ് റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 ബെന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ബെന്ന് എടുത്തോളും. ഇതിൽ നടു കീറിയിട്ട് ബെന്ന് 4 എണ്ണത്തിന് നടു കീറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പുള്ള ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു തവയിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിന് മീതെ ബെന്നും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നടു കീറിയിട്ട് ഉള്ളിലും ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 4 എണ്ണം നമ്മളുടെ പാത്രത്തിനനുസരിച്ചിട്ട് ഇതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഒന്നായിട്ട് ഉണ്ടാക്കാം, 2 എണ്ണമായിട്ടോ 3 എണ്ണം എങ്ങനെയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അല്ലേൻ്റെ ഉള്ളിൽ ബട്ടർ എടുത്ത് തേക്കണം കേട്ടോ. അത് മീൽതി ഇതുപോലെ തന്നെ ബട്ടർ ഇടണം. എന്നിട്ട് നല്ല പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് തീന്ന് കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കണം. ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റായി എന്താ നല്ല അടിപൊളി ഇങ്ങനെ മണം വരും, വായിലേ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റിൻ്റെ സംഭവം നല്ല. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ടെടുത്ത് നമ്മൾ പഞ്ചസാര നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് റെഡി ആയി തുടങ്ങിയിരിക്കുന്നത്. കുറച്ചും കൂടി ഞാൻ ബട്ടർ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മീതെ ഞാൻ വീണ്ടും പഞ്ചസാര ഇട്ട് തൂകി ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.